ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മളെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതിനുശേഷം ഗ്ലോബൽ മാർക്കറ്റ് എന്നാൽ ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നലെ നമ്മുടെ TCSൻ്റെ റിസൾട്ട് വരാൻ ഇരിക്കുകയായിരുന്നു. IT സെക്ടറിൽ ഉൾപ്പെടെയുള്ള കമ്പനീസിലൊരു സെല്ലിംഗ് പ്രഷർ കണ്ടത്. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം US വിക്സ് കൂൾ ഡൗൺ ആയി, നാസ്ഡാക്ക് പോസിറ്റീവിൽ അടച്ചു, ഡോ പോസിറ്റീവിൽ അടച്ചു. അതിന് മുകളിലുള്ള FTSE പോസിറ്റീവിൽ അടിച്ചു, CAC 40 ഫ്രാൻസ് പോസിറ്റീവിൽ അടിച്ചു. ജർമ്മൻ മാർക്കറ്റ് മാത്രം 96 പോയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഫോള്. പിന്നീട് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഈവൻ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ +146 ആണ്. ജപ്പാനും കൊറിയയും ചൈനയെല്ലാം തന്നെ പ്ലസ്സിൽ തന്നെയാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ആണെങ്കിൽ ഒരു അതിശക്തമായ ഒരു ബ്രേക്കൗട്ട് നടത്തി $5000 ഉയർന്ന് 1,15,000 ആയി ബിറ്റ്കോയിൻ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ബിറ്റ്കോയിൻ ഇപ്പോൾ ഗോൾഡാണ് താരമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ബിറ്റ്കോയിനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം വീക്കെൻഡ് ഡേ. ട്രംപിനെ സംബന്ധിച്ചുള്ള ഈ ഒരു താരിഫ് തീരുമാനങ്ങളെല്ലാം തന്നെ വീക്കെൻഡൊക്കെയാണ് കൂടുതൽ എഫക്റ്റ് ആവാറ്. എനിവേ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, TCSൻ്റെ റിസൾട്ട് വന്നു. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള IT കമ്പനി TCS 6% ഇയർ ഓൺ ഇയർ അവരുടെ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. ഒരു കാര്യം നമ്മൾ മറന്നു. ഈ ADR സ്റ്റോക്കുകളിൽ ഇൻഫോസിസ് കാണാം 3%, വിപ്രോ 4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് കാണുന്നുണ്ട്, ഇൻഫോസിസും വിപ്രോയും. അതായത് US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ IT കമ്പനിയാണ്. അപ്പോൾ ആ രണ്ട് കമ്പനീസിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ TCSലേക്ക് വരുമ്പോൾ TCS 6% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു എന്നുള്ള ഒരു ന്യൂസാണുള്ളത്. IRDAയുടെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് അവർ 247 കോടി രൂപയാണ്. 35% നെറ്റ് പ്രോഫിറ്റിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ റവന്യൂ 28% വർദ്ധിച്ചിട്ടുണ്ട്. ടാറ്റ എലക്സി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 22% ഇടിഞ്ഞു, റവന്യൂ 3% ഇടിഞ്ഞു. ആനന്ദ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ഉയർന്ന് 93 കോടി രൂപ വരെ കരസ്ഥമാക്കി. AGC ലോജിസ്റ്റിക് കമ്പനി ഇവർ അവരുടെ പുതിയ LPG പ്ലാന്റ് ഇവർ കമ്മീഷൻ ചെയ്തു എന്നുള്ള ന്യൂസ്. ഗ്ലെൻമാർക്ക് ഫാർമ കമ്പനിയാണ്. അവർ ഈ അബീബി എന്ന് പറയുന്നൊരു ഓൺകോളജി മരുന്നുണ്ടാക്കുന്ന കമ്പനിയായിട്ട് ഗ്ലെൻമാർക്ക് മെഡിസിൻ ഒരുമിച്ച് നിർമ്മിക്കാൻ ധാരണയായി. പോപ്പുലർ വെഹിക്കിൾ കമ്പനി അവർ ഏതറിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ ഫെസിലിറ്റീസ് ഇവർ കൊളാബ് ചെയ്ത് ചെയ്യാനായിട്ട് പോപ്പുലർ വെഹിക്കിൾസും ഏതറും തമ്മിൽ ധാരണയായി. CCL കമ്പനിക്ക് 200 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ്. ബിർള കോർപ്പ് രാജസ്ഥാനിൽ അവരുടെ പുതിയ പ്രൊജക്റ്റ് അവർ കമ്മീഷൻ ചെയ്യുകയാണ്. ടൂറിസം ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസുണ്ട്. ഒസ്വാൽ പമ്പ് 28 കോടി രൂപയിൽ നിന്ന് 63 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ന്യൂസ്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു.